ഓഗസ്റ്റ് 14 ബുധനാഴ്ച. മത്തായി 8:15 മുതൽ 20 വരെ വാക്യങ്ങൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ടിലെ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഓഷ്വിറ്റ്സിലെ പ്രധാന ക്യാമ്പായ ഓഷ്വിറ്റ്സ് 1 ആയിരുന്നു അതിൽ ഉൾപ്പെട്ടതും. പിന്നെ ഓഷ്വിറ്റ്സ് 2, ബിർക്കനൗ, ഗ്യാസ് ചേമ്പറുകളും ഡസൻ കണക്കിന് സബ് ക്യാമ്പുകളുമുള്ള ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ഉന്മൂലന ക്യാമ്പും ആയിരുന്നു അതിൽ പ്രധാനം. ആ ക്യാമ്പിലേക്ക് അയച്ച 1.3 ദശലക്ഷം ആളുകളിൽ 1.1 ദശലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഇരകളുടെ കൂട്ടത്തിൽ യഹൂദന്മാരും യഹൂദേതര പോളിഷുകാരും റൊമാനികളും സോവിയറ്റ് യുദ്ധ തടവുകാരും മറ്റുള്ളവരും ഉൾപ്പെടുന്നു. പട്ടിണി മൂലവും അല്ലെങ്കിൽ ക്ഷീണത്താലും രോഗത്താലും വധശിക്ഷയാലും അല്ലെങ്കിൽ വിഷവാതകം ഉപയോഗിച്ചും അവർ കൊല്ലപ്പെട്ടു. മറ്റു ചിലർ മെഡിക്കൽ പരീക്ഷണത്തിനിടെ വധിക്കപ്പെട്ടവരാണ്. 1941 സഹ തടവുകാരനായ ഫ്രാൻസിസ്ക് ഗജോണിസെക്കിന് വേണ്ടി മാക്സിമിലിയൻ കോൾബെ തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ബ്ലോക്ക് 11 മുറ്റത്തും ക്യാമ്പിൻ്റെ റോൾ കോൾ സ്ക്വയറിലെ ബ്ലോക്ക് 11 നിശബ്ദനായി നോക്കി നിന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. 83 വർഷങ്ങൾക്ക് മുമ്പ് സെയിൻറ്റ് മാക്സിമിലിയൻ കോൾബെ മരിച്ചത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പട്ടിണി ബങ്കറിൽ തൻ്റെ സഹ തടവുകാരൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചതിന് ശേഷമാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സുവിശേഷവൽക്കരണ പ്രസ്ഥാനമായ മിലിഷ്യ ഇമ്മാക്കുലേറ്റയുടെ സ്ഥാപകനും 1930കളിൽ ജപ്പാനിലെ മിഷണറിയുമായിരുന്ന ഫാദർ കോൾബെ ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ പാതയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസ്തയോടെ പിന്തുടരുകയും ചെയ്തവനാണ്. യോഹന്നാൻ പറയുന്നു, ഇതിലും വലിയ സ്നേഹം ആർക്കുമില്ല, ഒരുവൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാളധികം. ജൂതന്മാരെയും പോളിഷ് അണ്ടർഗ്രൗണ്ടിലുള്ളവരെയും സഹായിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കോൾബെയെ തടവിലാക്കിയത്. ആദ്യം വാർസോയിൽ നിന്ന് പിന്നെ ഓഷ്വിറ്റ്സിലെ മരണ ക്യാമ്പിലേക്ക്. അവിടെ അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ്കൻ ലോഹ ഉരിഞ്ഞെടുത്തു. ഒരു തടവുകാരൻ്റെ നമ്പർ 16670 നൽകി. മൃതദേഹങ്ങൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലുള്ള ഏറ്റവും അപമാനകരമായ ജോലികൾ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി. എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയും തുടർന്നുകൊണ്ടേയിരുന്നു. അതിന് കാവൽക്കാരുടെ ക്രൂരമായ മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു. 1941 ജൂലൈ അവസാനം ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നിന്ന് ഒരു തടവുകാരൻ രക്ഷപ്പെട്ടതോടെ കാര്യങ്ങൾ നാടകീയമായി മാറി. പ്രതികാരമായി അല്ലെങ്കിൽ കൂടുതൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തടയുന്നതിനായി ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡർ 10 പേരെ ഒരു
ഭൂഗർഭ ബങ്കറിലിട്ട് പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളായ ഫ്രാൻസിസ്ക് ഗജോനിസ്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ആ നിലവിളി കേട്ടപ്പോൾ കോൾബെ അയാളുടെ സ്ഥാനത്ത് മരിക്കാൻ സന്നദ്ധനായി. താൻ ഒരു കത്തോലിക്ക പുരോഹിതനാണെന്നും മറ്റേ ആളേക്കാൾ പ്രായമുള്ളവനാണെന്നും വാദിച്ചു. അവസാനം ഡെപ്യൂട്ടി കമാൻഡർ ഈ ഓഫർ സ്വീകരിച്ചു. കോൾബെയെയും മറ്റുള്ളവരെയും ഭക്ഷണവും വെള്ളവുമില്ലാതെ പട്ടിണി ബങ്കറിൽ പൂട്ടിയിട്ടു. 2 ആഴ്ചയോളം അവർ പട്ടിണിയിലും വെള്ളമില്ലാതെയും കഴിഞ്ഞപ്പോൾ കോൾബെ മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. ബങ്കർ ശൂന്യമാക്കണമെന്ന് ആഗ്രഹിച്ച ജയിൽ അധികൃതർ 1941 ഓഗസ്റ്റ് 14 കാർബോണിക് ആസിഡ് എന്ന മാരകമായ കുത്തിവയ്പ്പിലൂടെ കോൾബെയുടെ ജീവനെടുത്തു. മരിക്കാൻ നേരത്ത് ഇടത് കൈ ഉയർത്തി ശാന്തമായി കുത്തിവയ്പ്പിനായി കാത്തിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹം 2 വാക്കുകൾ ഉച്ചരിച്ചു, ആവേ മരിയ. അങ്ങനെ മാതാവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ അവസാന പ്രതിജ്ഞയെടുത്തു. മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാളായ ഓഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാളിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.